ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് 3 പീസ് നൈറ്റിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. സൈസ് ചാർട്ട് ആയാലും അതുപോലെ തന്നെ ഓരോ സൈസ് എടുത്തിട്ടും നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ വന്നൊരു റിക്വസ്റ്റാണ് ഈ 3 പീസ് നൈറ്റി തന്നെ ചുരിദാർ കട്ട് മോഡലിൽ ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് അതിൻ്റെ സൈസ് ചാർട്ടും മെഷർമെൻറ്റും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലെങ്ത്ത് നോക്കാം. ഒരു 3 പീസ് നൈറ്റി അടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ എടുക്കണ ലെങ്ത്ത്, അതായത് നമ്മുടെ ലെങ്ത്തിൻ്റെ കൂടെ എന്തായാലും ഒരു 3.5 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് ഇത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കണം. സെയിമായിട്ട് 3.5 അല്ലെങ്കിൽ 4 നിങ്ങൾ ആഡ് ചെയ്യണം. അടുത്തത് യോക്ക് ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 10 ഇഞ്ചാണ്. ഈ യോക്ക് ലെങ്ത്ത് എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ്. യോക്ക് ലെങ്ത്ത് 10 തന്നെ എടുത്താൽ മതിയോ? അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിനനുസരിച്ച് യോക്ക് ലെങ്ത്ത് എടുക്കാം. ഓക്കെ, ഒരു 10, 10.5 നമുക്ക് യോക്ക് ലെങ്ത്ത് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് എടുക്കാം കേട്ടോ. അടുത്തത് ഷോൾഡർ ഞാൻ എടുക്കുന്നത് 7 ഇഞ്ചാണ്. അടുത്തത് ആം ഹോള് 7.5 ഇഞ്ച്. അടുത്തത് ചെസ്റ്റാണ്. നമ്മളിവിടെ എടുക്കുന്ന സൈസ് എന്ന് പറയുന്നത് 40 സൈസാണ്. അപ്പോൾ 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 10 കിട്ടി. ഈ 10ൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ചാണ് സീം ആഡ് ചെയ്യണേ. അപ്പോൾ 12 ഇഞ്ചാണ് ചെസ്റ്റ് കിട്ടിയത്. ക്ലിയർ ആയല്ലോ? 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 10 കിട്ടി. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ സീം ആഡ് ചെയ്തു. അങ്ങനെ 12 ഇഞ്ചാണ് ചെസ്റ്റ് എടുക്കണേ. അടുത്തത് നെക്കിൻ്റെ ഡെപ്താണ്, ഫ്രണ്ടും ബാക്കും. ഇത് നിങ്ങളുടെ ചോയ്സിന് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഫ്രണ്ട് ഞാൻ എടുക്കുന്നത് 6.5 ഇഞ്ചാണ്. ബാക്ക് ഞാനൊരു 3.5 എടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് 3 3.5 അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചാണ്. ഇനി നമുക്ക് സ്ലീവിലേക്ക് കിടക്കാം. സ്ലീവിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ സ്ലീവിൻ്റെ വിഡ്ത്ത് 10 ഇഞ്ചാണ് എടുക്കണേ. അടുത്ത് വരുന്നത് ആം ഹോളാണ്. ആം ഹോള് ഞാൻ 3 ഇഞ്ചാണ് എടുക്കണേ. അതുപോലെ തന്നെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 7 ഇഞ്ചാണ് എടുക്കണേ. അപ്പോൾ നോക്കുക, നമ്മുടെ മെഷർമെൻറ്റ്സ് ഒക്കെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലൊരു ഡൗട്ടും ഇല്ലയെന്ന് വിചാരിക്കണു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ മറക്കരുത് കേട്ടോ. ഞാനിവിടെ ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പേപ്പറിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തുണി മടക്കുന്നത്, കട്ട് ചെയ്യേണ്ടത് എല്ലാം കാട്ടിത്തരാം. അപ്പോൾ നോക്കുക, നിങ്ങളുടെ കയ്യിലുള്ള നൈറ്റി ബിറ്റ് ഇതുപോലെയായിരിക്കും. അതിനെ നമ്മൾ എല്ലാ നൈറ്റിക്കും മടക്കണ പോലെ തന്നെ 4 ആയിട്ട് മടക്കുക. അപ്പോൾ നോക്കുക, ഞാൻ ആദ്യം ഒരു മടക്ക് ഇങ്ങനെയും മടക്കി, കണ്ടില്ലേ? ഒരു മടക്ക് ഇത് ഇങ്ങനെയും മടക്കി. ഇനി ഇതൊരു വട്ടം കൂടി മടക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ നൈറ്റിയുടെ മെറ്റീരിയൽ 4 ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തേക്കണ മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ ഇതിൽ മാർക്ക് ചെയ്ത് കാട്ടിത്തരാം. അതായത് നമ്മൾ എപ്പോഴും നെക്കിൻ്റെ ഭാഗം മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മടക്ക് വശത്തായിരിക്കണം നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഓപ്പണിംഗ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യുമല്ലോ, അത് ഇതുപോലെ ഓപ്പൺ ആയ ഭാഗത്ത് വേണം സ്ലീവിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാൻ. അപ്പം നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് ഇവിടെയും സ്ലീവിൻ്റെ ഇവിടെയും, അത് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ചെയ്യണ ഈ ഒരു ചുരിദാർ കട്ട് നൈറ്റിയുടെ ഫ്രണ്ട് പീസ് മാത്രമാണ് 3 പീസ് നൈറ്റിയുടെ ആ കട്ട് വരുന്നുള്ളൂ. ബാക്ക് പ്ലെയിൻ ആയിരിക്കും. ആദ്യം തന്നെ നമുക്ക് നൈറ്റിയുടെ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പം ഞാൻ നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ക്ലിയർ ആയല്ലോ? അതിനുശേഷം ഞാൻ നൈറ്റിയുടെ ഷോൾഡർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. അടുത്തതായിട്ട് ഞാൻ ആം ഹോള് 7.5 ഇഞ്ചാണ് നമ്മൾ എഴുതിയേക്കണേ. അപ്പോൾ അടിയിലേക്ക് 7.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നേരെ അടിയിലേക്ക് 7.5 ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു. ക്ലിയർ ആയോ? നെക്കിൻ്റെ വിഡ്ത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷോൾഡർ 7, ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അടിയിലേക്ക് 7.5 ഇഞ്ച് ആം ഹോളും മാർക്ക് ചെയ്തു. ഇനി നിങ്ങൾ നോക്കുക, നമ്മളിവിടെ ചെസ്റ്റ് അടയാളപ്പെടുത്തിയത് 12 ആണ്. ചെസ്റ്റ് 12 ഇഞ്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയത്. ഈ 12 ഇഞ്ചിൽ നിന്ന് ഒരു 3 ഇഞ്ച് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 9 ഇഞ്ചായിരിക്കും കിട്ടുക.
ഈ 9 ഇഞ്ചാണ് ഞാൻ യോക്ക് പാർട്ടിൽ മാർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളത് നമ്മുടെ ആ സ്കേർട്ട് പാർട്ട് ഉണ്ടല്ലോ, ഇതിൻ്റെ ബാക്കി സ്കേർട്ട് പാർട്ടിലാണ് നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യണേ. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കണു. ചെസ്റ്റ് നമ്മളെടുത്ത് 12 തന്നെയാണ്. ആ 12ൽ നിന്ന് ഒരു 3 ഇഞ്ച് മൈനസ് ചെയ്ത് 9 ഇഞ്ച് മാത്രമാണ് ഞാനിപ്പോൾ യോക്ക് പോർഷനിൽ മാർക്ക് ചെയ്യുന്നുള്ളൂ. ഇതിൽ ഡൗട്ടില്ലാന്ന് വിചാരിക്കണു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത് എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ചെസ്റ്റ് ഇവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്യണേന്ന് കേട്ടോ. അത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കിയുള്ള പോർഷൻ നമ്മളിവിടെ സ്കേർട്ട് പോർഷനിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ആം ഹോൾ നിർത്തിയ ആ പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് നേരെ ചെസ്റ്റിൻ്റെ 9 ഇഞ്ച് മാർക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ 9 ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് മുതൽ ഇങ്ങോട്ട് 9 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണു. അതിനുശേഷം ഞാൻ ആം ഹോൾ ഒന്ന് വരച്ചു കൊടുക്കാൻ പോവാണ്. ഒന്ന് കർവ് ചെയ്തിട്ട് ഞാൻ ആം ഹോൾ വരയ്ക്കുകയാണ്. അപ്പോൾ ആം ഹോൾ ഞാനൊന്ന് കർവ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മോളിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് ഇതുപോലെ ഒന്ന് വിട്ടിട്ട് ജസ്റ്റ് അതിനൊന്ന് ഷേപ്പ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാൻ പോവാണ്. അധികമൊന്നും കൂടുതൽ പുറത്തേക്ക് എടുക്കണ്ട, ഒരു 1/4 ഇഞ്ച് മാത്രം നിങ്ങൾ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആം ഹോളിനൊന്ന് ഷേപ്പ് ചെയ്ത് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് യോക്ക് പോർഷൻ മാർക്ക് ചെയ്യാം. യോക്ക് ലെങ്ത്ത് ഞാൻ 10 ഇഞ്ചാണ് എടുക്കണേ. അത് മോളിൽ നിന്ന് അടി വരെ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതായത് ഈ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ് കേട്ടോ. അതിനുശേഷം ഈ ഒരു 10 ഇഞ്ചും നമ്മൾ ആ ചെസ്റ്റ് മാർക്ക് ചെയ്ത് അതുകൊണ്ടല്ലോ, അതിനൊന്ന് കർവ് ചെയ്തിട്ടൊന്ന് ഷേപ്പ് ചെയ്തൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ 2 പോയിൻറ്റും നമ്മൾ നല്ല കർവ് ആ ഒരു ഷേപ്പിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിത് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ സ്ലീവിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് മാർക്ക് ചെയ്യാൻ പോണേ. അതിനായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ 7 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. സ്ലീവിൻ്റെ ലെങ്ത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 7 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. അതായത് ഈ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. അതിനുശേഷം നേരെ അടിയിലേക്ക് ഒരു 10 ഇഞ്ചിൽ ഞാൻ സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാൻ പോവാണ്. അതായത് നേരെ അടിയിലേക്ക് ഞാൻ ഒരു 10 ഇഞ്ചിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു. അപ്പോൾ സ്ലീവിൻ്റെ വിഡ്ത്ത് 10 ഇഞ്ച് ഞാൻ നേരെ മുകളിൽ നിന്ന് അടിയിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന് ഞാനൊന്ന് ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സ്ലീവ് വരയ്ക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു ബോക്സ് വരച്ചു. അതിനുശേഷം ഞാൻ മുകളിൽ നിന്ന് അടിയിലേക്ക് ഒരു 3 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. മുകളിൽ നിന്ന് അടിയിലേക്ക് 3 ഇഞ്ച് കേട്ടോ. ഈ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. ക്ലിയർ ആയല്ലോ? 3 ഇഞ്ച്. അതിനുശേഷം ആം ഹോള് അടിയിലും 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യാണ്. അടിയിലും ഇതുപോലെ തന്നെ ആം ഹോള് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. അപ്പോൾ ആം ഹോളും 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ മുകളിലും 3 ഇഞ്ച്, ഇവിടെ നിന്ന് ഇങ്ങോട്ടും 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ ആ ഒരു പാറ്റേൺ വരച്ചു കൊടുക്കാം. സ്ലീവൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കണു. നമ്മളപ്പോൾ ആ സ്ലീവിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അത് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സ്ലീവ് ഓപ്പണിങ് എത്രയാണെന്ന് മാർക്ക് ചെയ്യുക. നിങ്ങളുടെ എത്രയാണോ സ്ലീവ് ഓപ്പണിങ് വരുന്നത് അത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പോയിൻറ്റും സ്ലീവ് ഓപ്പണിങ്ങും തമ്മിൽ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്ലീവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലീവിൻ്റെ പാർട്ട്. അത് കഴിഞ്ഞു. അതിനുശേഷം ഈ ഒരു 10 ഇഞ്ച് നമ്മൾ യോക്ക് പോർഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അത് സ്ട്രെയിറ്റ് ആയിട്ട് ആ എൻഡ് വരെ ഒന്ന് വരച്ചു കൊടുക്കുക. ആ ഒരു നേരെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ നിന്ന് നേരെ എൻഡ് വരെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ ഫ്രണ്ട് യോക്ക് ഭാഗത്തിൻ്റെ ആ 3 പീസ് വരുന്ന ആ കട്ട് ഉണ്ടല്ലോ, അതാണ് ഇനി ഇവിടെ മാർക്ക് ചെയ്യാൻ പോണേ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു 3 പീസ്
നിങ്ങൾ ഒരുമിച്ച് വെച്ച് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്യരുത്, സെപ്പറേറ്റ് ഇട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. കാരണം ബാക്കിൽ നമ്മൾ പ്ലെയിൻ ആണ് കൊടുക്കണേ. അപ്പോൾ ഞാൻ നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അതിനുശേഷം അടിയിലേക്ക് നെക്കിൻ്റെ വിഡ്ത്ത് 6.5 ഇഞ്ച്, നെക്കിൻ്റെ ഡെപ്ത്ത് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. നെക്കിൻ്റെ ഡെപ്ത്ത് 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ ഒന്ന് ബോക്സ് ആക്കി വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ നെക്ക് വരച്ചെടുക്കാനായിട്ട് ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ അടിയിൽ നിന്ന് 1/2 ഇഞ്ച് കയറ്റി ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇഷ്ടമുള്ള നെക്കിൻ്റെ പാറ്റേൺ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ നെക്കിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഈ 1/2 ഇഞ്ച് നമ്മൾ കയറ്റി മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് നേരെ അടിയിലേക്ക് 3.5 ഇഞ്ചിൽ ഒരു ലൈൻ വരയ്ക്കുക. അവിടെ നിന്ന് 1.5 ഇഞ്ച്, ക്ലിയർ ആയല്ലോ? അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് ഇങ്ങോട്ട് നീട്ടി വരച്ചു ഒരു ലൈൻ. ഈ ഒരു ലൈൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ചാണ് കേട്ടോ. അതിനുശേഷം ഈ ഒരു പോയിൻറ്റും ഈ 1.5 മാർക്ക് ചെയ്ത് ഈ ഒരു പോയിൻറ്റും നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ക്ലിയർ ആയല്ലോ? ഇതാണ് ആ 3 പീസിൻ്റെ ഒരു ഷേപ്പ് വരയ്ക്കുന്നതാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. നിങ്ങൾ ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും വിചാരിക്കേണ്ട കേട്ടോ, വെറും ആ 3 പീസിൻ്റെ ഷേപ്പ് വരയ്ക്കുന്നതാണ്. അതിനുശേഷം ഈ ഒരു പോയിൻറ്റും ഈ 1.5 മാർക്ക് ചെയ്ത പോയിൻറ്റും ഒന്ന് കർവ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു പോയിൻറ്റും ഇങ്ങോട്ടൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. അതിനുശേഷം ബാക്ക് നെക്ക് ഇറക്കാൻ ഞാൻ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനെയും ഇതുപോലൊന്ന് ബോക്സ് പോലെ വരച്ചു കൊടുത്തു. അതിനുശേഷം ബാക്ക് നെക്കിൻ്റെ പാറ്റേൺ മാർക്ക് ചെയ്തു. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് നമ്മൾ സ്കേർട്ട് പോർഷൻ്റെ മാർക്കിംഗ് കൊടുക്കാം കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു മെഷർമെൻറ്റ് ഞാൻ ഈ പേനയും കൊണ്ട് കാണിക്കുന്ന ആ പോയിൻ്റ് നിങ്ങളൊന്ന് നോക്കുക. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ലെങ്ത്ത് എത്രയാണെന്ന് നമ്മൾ അളന്ന് നോക്കുക. അതായത് ഇവിടെ നിന്ന് മുതൽ ടേപ്പ് ഇങ്ങനെ വെച്ച് ഈ ഒരു ലെങ്ത്ത് എത്രയാണെന്ന് മെഷർ ചെയ്ത് നോക്കുക. ഇങ്ങനെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് 9.5 ഇഞ്ച് കിട്ടും. അതായത് ഞാൻ കാട്ടിത്തരാം. അതായത് ഈ ഒരു ഭാഗമാണ് കേട്ടോ ഉദ്ദേശിക്കണേ. ഈ ഒരു ഭാഗം യോക്കിൻ്റെ ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഈ ഒരു ഭാഗം എത്രയാണ് ടേപ്പിൽ മെഷർ ചെയ്ത് നോക്കുക. ഇങ്ങനെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് 9.5 ഇഞ്ച് കിട്ടും. ക്ലിയർ ആയില്ലേ? ഇങ്ങനെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് 9.5 ഇഞ്ച് കിട്ടും. അത് നിങ്ങളുടെ മൈൻഡിൽ വയ്ക്കുക. അത് നമുക്ക് അടയാളപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഈ 9.5 ഇഞ്ച് നിങ്ങളുടെ മൈൻഡിൽ വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് നമ്മൾ എത്ര എടുത്തത്? 12 ഇഞ്ചാണ്. അതിവിടെ നിന്ന് 12 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് 12 ഇഞ്ച് വരുന്നത്. അതായത് ഇവിടെ നിന്ന് മുതൽ ഇവിടെ വരെ ഞാൻ 12 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ അളന്ന് വെച്ചിരിക്കുന്ന ഈ 9.5 ഇഞ്ച് ഉണ്ടല്ലോ, അത് അടയാളപ്പെടുത്തുക. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് 9.5 ഇഞ്ച് അടയാളപ്പെടുത്താൻ പോവാണ്. അതിനുശേഷം 9.5 ഇഞ്ച് നമ്മൾ വെച്ചില്ല, അത് മാർക്ക് ചെയ്യാം. അതായത് ഇവിടെ നിന്ന് ഇവിടെയും വരെ ഞാൻ 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇത് ഇവിടെയും വരെ കേട്ടോ 9.5 ഇഞ്ച്. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് 9.5. ഞാൻ ഒന്നുകൂടി ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ഈ ഒരു ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിച്ച് 9.5. പിന്നെ ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. നമ്മുടെ ചെസ്റ്റ് 12 ഇഞ്ച്. ഇതിൽ നിങ്ങൾക്ക് ഡൗട്ടൊന്നുമില്ല എന്ന് വിചാരിക്കണം കേട്ടോ. ആദ്യം മാർക്ക് ചെയ്തത് ചെസ്റ്റും പിന്നെ മാർക്ക് ചെയ്തത് നമ്മൾ ആ കർവ് ഷേപ്പിൻ്റെ ആ ലെങ്ത്തും. അതിനുശേഷം നമ്മൾ ഈ 2 പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിനെ 1.5 ഇഞ്ചിലേക്ക് നേരെ അടിയിലേക്ക് വരയ്ക്കുക. 1.5 ഇഞ്ചിൽ ഇവിടെ നിന്നും നേരെ 1.5 ഇഞ്ചിലേക്ക് അടിയിലേക്കൊന്ന് നീട്ടി വരയ്ക്കുക. 1.5 ഇഞ്ച് കേട്ടോ. അതിനുശേഷം ഇതിനൊന്ന് ബോക്സ് പോലെ വരച്ചു കൊടുക്കുക. ക്ലിയർ ആയില്ലേ? അതിനുശേഷം ഈ ഒരു ആം ഹോളിൻ്റെ ബാക്കി നമ്മൾ ഇത് ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ ആം ഹോളിൻ്റെ ബാക്കി ഈ സ്കേർട്ട് പോർഷനിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ കാട്ടിത്തരാം. മോൾ ഭാഗത്തുനിന്ന് അടിയിലേക്ക് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. മോളിൽ നിന്ന് അടിയിലേക്ക് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ നിന്ന് മുതൽ
എവിടെയാണോ 6 ഇഞ്ച് വരണേ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അതായത് ഈ പോയിന്റിലാണ് 6 ഇഞ്ച് വരണേ. ആ 6 ഇഞ്ചിൽ ഇവിടെ നമുക്ക് കിട്ടിയത് 12 ഈ 12 നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്തു. 12 നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്ത് 11 ഇഞ്ച് കിട്ടി. ആ ഒരു 11 ഇഞ്ച് 6 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ മാർക്ക് ചെയ്യാണ്. 6 ഇഞ്ച് എവിടെയാണോ വരണത്, ലെങ്ത്ത് 6 ഇഞ്ച് വരണോടത്ത് ഞാൻ ഈ ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഈ 11 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ ഒരു പോയിന്റും നമ്മൾ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തു. അതിനുശേഷം മുകളിൽ നിന്ന് 13 ഇഞ്ച് അടിയിലേക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. 13 ഇഞ്ച് കേട്ടോ. എവിടെയാണോ 13 ഇഞ്ച് വരണേ അവിടെ മാർക്ക് ചെയ്യുക. ആ ഒരു പോയിന്റിൽ നമ്മൾ ഈ 12 ആണല്ലോ നമ്മൾ ജസ്റ്റ് എടുത്തേ, ആ 12 നിന്ന് 1 ഇഞ്ച് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 13 ഇഞ്ച് കിട്ടി. ആ 13 ഇഞ്ചാണ് ഈ 13 ലെങ്ത്തിൽ നമ്മൾ മാർക്ക് ചെയ്യണ പോയിന്റ്. അപ്പോൾ ഞാൻ ഇത് ഇങ്ങോട്ട് 13 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തു. അതിനുശേഷം ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. അപ്പം നമ്മളിത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു. അതിനുശേഷം നമ്മൾ സാധാരണ ഈ ചുരിദാർ നൈറ്റിക്ക് ചെയ്യണ പോലെ ഇതുപോലെ അടിയിലേക്കൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണു ചുരിദാർ കട്ട് നൈറ്റി 3 പീസ് മോഡലിൽ ചെയ്യണൊരു മെത്തേഡ്. ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാട്ടിത്തരാം. അപ്പോൾ നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കട്ട് ചെയ്താൽ മാത്രം മതി. ആദ്യം തന്നെ ഞാൻ ഈ സ്കേർട്ട് പോർഷൻ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നോക്കുക, ഞാൻ ഇതുപോലെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. സ്കേർട്ട് പോർഷൻ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം. നോക്കുക, ഫ്രണ്ട് പോർഷനും കിട്ടി, അതുപോലെ തന്നെ ബാക്ക് പോർഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്കേർട്ടിൻ്റെ ഭാഗം അത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ യോക്ക് പാർട്ട് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ യോക്ക് പാർട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. യോക്ക് ഭാഗം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? അടുത്തത് നമുക്ക് ഈ ഒരു സ്ലീവ്സ് കട്ട് ചെയ്ത് മാറ്റാം. വളരെ സിമ്പിളാണ് കേട്ടോ. ഈ ഒരു 3 പീസ് നൈറ്റ് നമ്മൾ ചുരിദാർ മോഡലിലേക്ക് അടിക്കുന്നത്. അപ്പം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റ്സും ഈ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഞാൻ ചാനലിൽ ജോയിൻ ബട്ടൺ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ മെമ്പർ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ 2 സ്ലീവ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കുക, നമുക്ക് അടിപൊളിയായിട്ട് സ്ലീവ്സ് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 2 സൈഡിലേക്കുള്ള സ്ലീവ്സും റെഡി ആയിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ഞാൻ ബാക്ക് നെക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഷോൾഡർ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നോക്കുക, ഫ്രണ്ടും ബാക്കും ഞാൻ സെപ്പറേറ്റ് ചെയ്തു. ഇതാണ് ബാക്ക് പോർഷൻ. ഇത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം ഇനി ഫ്രണ്ട് പോർഷൻ എടുത്തിട്ടുണ്ട്. ഇനി ആ ഫ്രണ്ടിൽ ആ 3 പീസ് മോഡൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഞാൻ നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്യുകയാണ്. ആ സെൻറ്റർ പാർട്ട് സെൻറ്റർ പാർട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തു. ഇനി ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നോക്കുക, അങ്ങനെ ഈ ഒരു 2 സൈഡിലേക്കുള്ള പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ സെൻറ്റർ പോർഷനും കട്ട് ചെയ്തു. അപ്പോൾ ഇതുപോലെ ഇരിക്കും കേട്ടോ നമ്മുടെ നൈറ്റിയുടെ ആ സെൻറ്റർ പാർട്ട്.
നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? അതിനുശേഷം സ്കേർട്ട് പോർഷൻ ദേ ഇങ്ങനെ വരും. പിന്നെ 2 സൈഡിലേക്കുള്ള സ്ലീവ്സ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ 3 പീസിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.